നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. വെയിറ്റ് ലോസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് മെയിനായിട്ട് വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് നമ്മൾ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് റൂട്ടീന്ന് പെട്ടെന്നൊന്ന് സഡനായിട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് നല്ല രീതിയിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെറുതായിട്ട് അവരുടെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളും അതുപോലെ തന്നെ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അതായത് നെഞ്ചരിച്ചിലായിട്ടും ബ്ലോട്ടിംഗ് ആയിട്ടും ഒക്കെ ബുദ്ധിമുട്ടാകുന്ന ആളുകൾക്ക് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മെയിനായിട്ടും നിങ്ങളിപ്പം വെയിറ്റൊക്കെ കുറയ്ക്കേണ്ട ആളുകൾ അവരുടെ BMI വെച്ച് നോക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, ഒരു 20 kgs ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ അവർക്ക് ആ ഒരു വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? പട്ടിണിയൊക്കെ കിടക്കും. ചില ആളുകൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണവും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്നും കൂടി ഒന്ന് നോക്കുക. അതായത് നമ്മൾ ഓവർ ഫ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടും അന്നജം കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കുറച്ചുകൊണ്ട് വരിക. അതിന് പകരം ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിക്ക് എനർജി തരുന്ന ഫുഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കേസ് നോക്കുകയാണെങ്കിൽ വെയിറ്റൊക്കെ കൂടിയ ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് അവർക്കെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കുന്ന ഒന്നാണ് ഷുഗർ എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ നല്ല കൊഴുപ്പുകളാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ കാർബ്സും ഷുഗറും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്താവും? ഒന്ന് ബോഡി ഒന്ന് ക്ഷീണിക്കുന്ന പോലെയാവും. ക്ഷീണിക്കുന്ന പോലെ ആകുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഗ്യാസ് കയറുന്നു, തല മിന്നുന്നു, തലവേദന എടുക്കുന്നു. ഇതൊക്കെ അവർ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 3 നേരം മാത്രമല്ല ഭക്ഷണം കഴിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു ഷുഗർ പേഷ്യൻറ്റിനോട് നമ്മൾ ഡയറ്റ് എടുക്കാൻ പറയുന്നത്? നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ വളരെ ചെറിയൊരു അളവിൽ ഭക്ഷണം കഴിക്കുക. അതായത് 3 നേരം കഴിക്കുന്നതിന് പകരം 6 നേരത്തോട്ട് നിങ്ങളത് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുഗർ കൂടുതലായിട്ട് ഇൻസുലിൻ കൂടത്തുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡിനകത്താണെങ്കിൽ ഷുഗർ കൂടുകയും ഇല്ല. നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും സാധിക്കും. വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാനും സാധിക്കും. അപ്പം ഈ ഒരു 6 നേരം കഴിക്കേണ്ടത് ഒരിക്കലും അരിയാഹാരമോ അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണമല്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിൽ നമുക്ക് omega-3 വേണം, ആൻറ്റി ഓക്സിഡൻസ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്ന ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസനാസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പവനമുക്താസന എന്നൊക്കെ. ഈ പവനമുക്താസനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് പവനമുക്താസന ചെയ്യുക? നോർമലി ഇങ്ങനെ അതായത് ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് പവനമുക്താസന. ഒന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുക. നീണ്ടു നിവർന്ന് കിടന്നതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അതായത് നന്നായിട്ട് ഒന്ന് ശ്വാസം വലിച്ചെടുക്കുക. ശ്വാസം വലിച്ചെടുത്തിട്ട് പതുക്കെ നിങ്ങളുടെ കാൽമുട്ട് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തോട്ട് മെല്ലെ കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ ശ്വാസം വിടുക. ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും നന്നായിട്ടൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ നെറ്റി ഈ കാൽമുട്ടിനടുത്തോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വല്ലാതെ കെട്ടിക്കിടക്കുന്നൊരു ഗ്യാസ് ഉണ്ടായിരിക്കും. ഈ ഗ്യാസ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് പുറത്തുനിന്ന് വേദന വരുന്നത്, അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്തുനിന്ന് വേദന വരുന്നത്, വയറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വലിവ് വരുന്നത് ആളുകൾ പറയുന്നത്. അപ്പം ഇത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പോസ് എന്ന് പറയുന്നത്, പവനമുക്താസന എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്ന ആളുകൾ അവർ രാവിലെ ലൈറ്റ് ഫുഡ് ആയിരിക്കാം, ഉച്ചയ്ക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സാലഡ്സോ മീറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടതായിരിക്കാം. ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമുക്ക് നോർമലി നമ്മൾ എന്ത് ചെയ്യും? നട്ട്സ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സ് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പാനീയം ഉൾപ്പെടുത്താം. ഈ പാനീയം ഇൻ ദ സെൻസ് നമ്മൾ കൂടുതലായിട്ടും ഷുഗർ ആഡ് ചെയ്ത് ജ്യൂസോ കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്. നോർമലായിട്ടുള്ള നമുക്ക് കുറച്ച് പാനീയങ്ങൾ ഉൾപ്പെടുത്താം. അങ്ങനെയുള്ളൊരു പാനീയം എന്ന് പറയുന്നത് ബെസ്റ്റായിട്ട് നമുക്ക് ഗ്യാസും കൂടി ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് മോരാണ് ഏറ്റവും ബെസ്റ്റ്. മോരിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായം കൂടി ആഡ് ചെയ്യാം. ഈ മോരും കായം കൂടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഗ്യാസും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ടും കാണാം. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ചില ആളുകൾക്ക് നട്ട്സ് എടുക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നട്ട്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഒരു 1 വീക്കിലൊക്കെ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് കാണും. പിന്നെ അത് മെല്ലെ പതുക്കെ അങ്ങ് കുറഞ്ഞു പോയിക്കോളും. അങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈ
പേകളാണ് ഞാനിപ്പം പറഞ്ഞത്. മോരിൽ കായം ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചിട്ട് കുറച്ച് നീരെടുത്തിട്ട് അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. അതൊക്കെ നമുക്ക് പെട്ടെന്നുള്ള ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്സുകളാണ്. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചി എടുക്കാനൊന്നും പറയുന്നില്ല, ആ ഒരു വരുന്ന ദിവസങ്ങളിൽ മാത്രം നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഗ്യാസ് വരുന്നത്, ചില മെഡിസിൻസ് ഒരുപാട് കാലം കഴിക്കുന്ന ആളുകളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണ്ട് മുതലേ എന്ത് കഴിച്ചാലും നെഞ്ചിരിച്ചിലാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഡോക്ടറെ, പക്ഷേ എനിക്ക് യാതൊരു തരത്തിലും എൻ്റെ വെയിറ്റ് കൂടുന്നില്ല, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കോസ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിക് കംപ്ലയിൻ്റ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പം അവർക്ക് നന്നായിട്ട് ഇങ്ങനെ ആസിഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഈ HCl കൂടിയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഈ വൈറ്റമിൻസും കാര്യങ്ങളൊന്നും നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ വെയിറ്റ് കൂടാം, അതായത് മെലിഞ്ഞിരിക്കാം. ഫുൾ ടൈം ഈ അസിഡിക് കംപ്ലയിൻ്റ് ഉള്ള ആളുകൾ എപ്പോഴും മെലിഞ്ഞിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഈ ഒരു ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും. അതൊന്നും നമുക്കൊരു ടിപ്പോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും മെഡിക്കേഷൻസ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ കഴിച്ച് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാസ് വരുന്ന കുറച്ച് ആളുകൾ എന്ന് വെച്ചാൽ, നിങ്ങൾ നന്നായിട്ട് എന്തെങ്കിലും അധ്വാനമൊക്കെ, ഒരു കായിക അധ്വാനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു ശീലമുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ജോലി കഴിഞ്ഞാൽ നന്നായിട്ട് വിയർത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വിയർപ്പ് ഒന്ന് പോയി ബോഡി ഒന്ന് ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലോട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു നോർമൽ ഒരു ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആ ഒരു ഫുഡ് ഇറങ്ങാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. ഇതും നമ്മുടെ ബോഡിയിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അതായത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അവിടെ നടക്കുന്നില്ല, ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണം ചവച്ചരയ്ക്കാതെ കഴിക്കുന്ന ആളുകളുണ്ട്, വിഴുങ്ങിയിടുന്ന ആളുകളുണ്ട്. ഇവരിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ആ ശീലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിലെ ചില ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഈ കെച്ചപ്പ് അല്ലെങ്കിൽ മയോണൈസ് അല്ലെങ്കിൽ ഈ ടൊമാറ്റോ സോസസുകളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയുന്നത് വിരുദ്ധമായിട്ടുള്ള ആഹാരം എടുക്കുന്നതാണ്. നമ്മൾ വിരുദ്ധമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ വരുന്ന ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അപ്പം മീനും നിങ്ങൾ തൈരും കൂടി ഒരുമിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമാണ്. അത് നമുക്ക് ഗ്യാസ്, അസിഡിറ്റി, ചില ആളുകളിൽ വോമിറ്റിംഗ് വരെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്, ലൂസ് മോഷനായിട്ട് വരാം. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കാം. അപ്പം ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു മെഡിസിനെ പോയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കത് എങ്ങനെ അല്ലാത്ത രീതിയിൽ കുറച്ചെടുക്കാം. ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, നിങ്ങൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ എക്സസൈസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂടുന്ന സമയത്ത് തന്നെ ഡൈജഷൻ ഈസിയാവും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ മറ്റെന്തെങ്കിലും കോസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും കോസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കോസിനെ ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. കാരണം ചിലപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ആവാം, ഹൈപ്പർ അസിഡിക് കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ചില ആളുകൾക്ക് എന്താവും, കൂടുതലായിട്ട് സ്പൈസസ് ഉള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത്, എരിവ് കൂടിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരും. ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഒരുപാട് കാലം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത്. ചിലപ്പോൾ അവരൊരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ടൈം ഒന്ന് അങ്ങോട്ട് തെറ്റിപ്പോയി. ഇത് അവരിൽ എന്താണെങ്കിലും മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കും. ഇത് നല്ല ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും. അവർക്ക് എന്ത് കോസാണ് മൈഗ്രെയിൻ വന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവരുടെ മെയിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഗട്ട് തന്നെയാണ്. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം നമുക്ക് ഗ്യാസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇത് കഴിക്കുന്നത് പ്രോബയോട്ടിക്സ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തൈരായിക്കോട്ടെ, മോരായിക്കോട്ടെ, അല്ലെങ്കിൽ നാരുകൾ കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിക്കുക. പൊമോഗ്രാനേറ്റ് കൂടുതലായിട്ട് എടുക്കുക. പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. കായല്ലേ, പച്ചക്കായ, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ പറയുന്നത് ഭക്ഷണത്തിൻ്റെ ദഹനം പ്രോപ്പർ ആവാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
ആണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ ഹൈപ്പർ അസിഡിക് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമ്മളൊരു ആസിഡിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കഴിക്കണം. അതുപോലെ തന്നെ എച്ച് പൈലോറി ബാക്ടീരിയാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസും അസിഡിക് കംപ്ലയിൻസും അൾസേഴ്സ് വരെ നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രസൻസൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊരു എൻഡോസ്കോപ്പി എടുത്താലൊക്കെ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുക, ഒരു USG അബ്ഡമൻ ചെയ്യുക. ഫാറ്റി ലിവർ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അസിഡിക് പുളിച്ചു തേട്ട ലെവലിൽ വലിയൊരിതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ബ്രഷ് വായിൽ വെക്കുമ്പോഴേക്കും തന്നെ ഓക്കാനം, ഛർദി. അതിപ്പോൾ സ്ത്രീകളുടെ കേസല്ല ഞാൻ പറയുന്നത്, പുരുഷന്മാരുടെ. അതിൽ ആൺകുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫാറ്റി ലിവർ, കുറച്ചൊരു വണ്ണമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് രാവിലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഓക്കാനം, ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണോ നിങ്ങളുടെ കോസ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം എങ്ങനെ വെയിറ്റ് ഒക്കെ എടുക്കുക, അല്ലെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും പട്ടിണി കിടക്കരുത്. പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള അളവിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചില ആളുകൾക്ക് സാലഡ്സ് കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നം വരാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, അത് ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരുപാട് കാലമായിട്ട് വെയിറ്റ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.